നമസ്തേ, എല്ലാവർക്കും സ്വാഗതം. ആഡംബരപൂർണമായ സമ്പൽ സമൃദ്ധമായ ജീവിതമാണ് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം. അതിനുവേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് നമ്മൾ. ആ സമയത്ത് ഊണും ഉറക്കവും ഇല്ലാതെ നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ പാടെ അവഗണിച്ചുകൊണ്ടാണ് നമ്മൾ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നത്. ഓടിക്കിതച്ച് നമ്മുടെ ലക്ഷ്യത്തിലെത്തിയതിനു ശേഷം മാത്രമാണ് നമ്മൾ തിരിച്ചറിയുക നമ്മുടെ ശരീരത്തിന് പല രോഗങ്ങളും കീഴടക്കി കഴിഞ്ഞു എന്നത്. അതുവരെ നമ്മൾ സമ്പാദിച്ച എല്ലാ സമ്പാദ്യവും പിന്നീട് നമ്മുടെ ചികിത്സാ ചെലവുകൾക്കായി നമ്മൾ ചെലവഴിക്കേണ്ടതായി വരും. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൻ്റെ ലോഗോയിൽ ശരീരമാദ്യം ഖലു ധർമ്മ സാധനം എന്ന ഒരു സംസ്കൃത വാചകം ആലേഖനം ചെയ്തിട്ടുണ്ട്. സംസ്കൃത മഹാകവിയായിരുന്ന കാളിദാസന്റെ കുമാരസംഭവം എന്ന കൃതിയിൽ നിന്നും നമ്മൾ കടം കൊണ്ടതാണ് ഈ വാചകം. പരമശിവനെ ഭർത്താവായി ലഭിക്കുന്നതിനായി ജലപാനം പോലും ഉപേക്ഷിച്ച് കഠിനവ്രതങ്ങൾ അനുഷ്ഠിക്കുന്ന പാർവതിയോട് പരമശിവൻ പറയുന്നതാണ് ഈ വാചകം. ശാരീരിക ആരോഗ്യമാണ് ആദ്യം സംരക്ഷിക്കേണ്ടത്, അതിനുശേഷം മാത്രമാണ് മറ്റു ധർമ്മങ്ങൾ സാധിക്കേണ്ടത് എന്ന്. ഇത് പാർവതിയോട് മാത്രമുള്ള നിർദ്ദേശമല്ല, സർവ്വലോക ജനതയോടുമുള്ള അറിയിപ്പാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് ലോക ജനത ഒന്നടങ്കം അഭിമുഖീകരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്നവയാണ് നമ്മൾ ജീവിതശൈലീ രോഗങ്ങൾ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നിവ. അതിൽ സർവ്വസാധാരണമായ ഷുഗർ അഥവാ ഡയബറ്റിക് എന്ന അവസ്ഥയെക്കുറിച്ച് നമുക്കിന്ന് നോക്കാം. മോഡേൺ മെഡിസിൻ ഡയബറ്റിക്കിനെ ടൈപ്പ് 1, ടൈപ്പ് 2 എന്ന് രണ്ടായി തരംതിരിക്കുമ്പോൾ ആയുർവേദം ഇതിനെ 20ഓളം വകഭേദങ്ങളായി പറയുന്നുണ്ട്. എന്താണ് ഡയബറ്റിക് അഥവാ പ്രമേഹം? രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് അമിതമാകുന്ന അവസ്ഥയാണ് ഡയബറ്റിക് അഥവാ പ്രമേഹം. ശരീരത്തിലെ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ സന്തുലിതമാക്കി നിർത്തുന്നത്. പാൻക്രിയാസിൽ നിന്നും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാതിരിക്കുകയോ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അളവ് കുറയുകയോ ചെയ്യുമ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് അധികരിക്കുന്നു. ഇതാണ് ഡയബറ്റിക് എന്ന അവസ്ഥ. നമ്മുടെ ശരീരം ഡയബറ്റിക് അഥവാ പ്രമേഹം എന്ന അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അത് നമുക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയുന്നതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷണങ്ങൾ അമിതദാഹം, അമിത വിശപ്പ്, അമിത മൂത്രശങ്ക എന്നിവയാണ്. ഇനി പ്രമേഹ രോഗത്തിൻ്റെ മറ്റ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. കൈകാലുകൾക്ക് അനുഭവപ്പെടുന്ന തരിപ്പ്, മരവിപ്പ്, സ്പർശനക്ഷമതയില്ലായ്മ, അലർജി, ചൊറിച്ചിൽ, കഴുത്തിന് ചുറ്റും അതുപോലെ കൈകാൽ മടക്കുകളിലും തുടകളിലുമൊക്കെ കാണുന്ന കറുത്ത പാടുകൾ, മുഖത്തിൻ്റെ ഇരുവശത്തും കഴുത്തിനും കൈകളിലും കാൽപാദങ്ങൾക്ക് മുകളിലും ഒക്കെ കാണപ്പെടുന്ന അരിമ്പാറ പോലുള്ള ചെറിയ കുരുക്കൾ, സാവധാനത്തിൽ നടന്നാൽ പോലും കിതപ്പ് അനുഭവപ്പെടുക, ശ്വാസതടസ്സമുണ്ടാവുക, നെഞ്ചിടിപ്പ് വർദ്ധിക്കുക, ലൈംഗിക താല്പര്യങ്ങൾ കുറയുക, ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനക്ഷമത കുറയുക, ഇതൊക്കെ പ്രമേഹ രോഗികളിൽ പ്രധാനമായി കാണപ്പെടുന്ന ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങളൊക്കെ കാണപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു ഡയബറ്റിക് എന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഡയബറ്റിക് എന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ജീവിത അവസാനം വരെ അതിൽ നിന്ന് മോചനമില്ലെന്നും ഔഷധ സേവ നിർബന്ധമാണെന്നുമുള്ള ഒരു ധാരണ പൊതുവെയുണ്ട്. എന്നാൽ ഇത് എത്രത്തോളം വാസ്തവമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഡയബറ്റിക് എന്ന അവസ്ഥയിലേക്ക് മാറുന്നത് എന്നും അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് എന്നും ഉള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊരു അസുഖവും നമ്മുടെ ശരീരത്തിനെ ബാധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ രോഗം നമുക്ക് വന്നത്, ഏത് സാഹചര്യത്തിലാണ് ഈ രോഗം നമ്മളെ ബാധിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ സ്വയം പഠനം നടത്തേണ്ടതുണ്ട്. നമ്മുടെ ജീവിത രീതിയിലോ നമ്മുടെ ആഹാര രീതിയിലോ എന്തെങ്കിലും മാറ്റം സംഭവിച്ചപ്പോഴാണോ നമുക്ക് ഈ രോഗം വന്നത് എന്ന് നമ്മൾ സ്വയം ഒരു പഠനം നടത്തിയാൽ നമുക്കതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും. അങ്ങനെ കാരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള പരിഹാരവും കണ്ടെത്താൻ കഴിയുന്നതാണ്. ഇനി പ്രമേഹം അഥവാ ഡയബറ്റിക് എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരം മാറുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. അമിത ചിന്തയും മാനസിക സമ്മർദ്ദവും. 2. അമിത ജോലിഭാരവും ഉറക്കക്കുറവും. 3. അമിത ഭക്ഷണവും അനാവശ്യ ഭക്ഷണവും. 4.
മാനസിക ശാരീരിക വ്യായാമങ്ങളുടെ അഭാവം. 5 ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ. ഇനി ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കാം. കാരണങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ പരിഹാര മാർഗങ്ങളായി എന്നതാണ് സത്യം. അമിത ചിന്തയും മാനസിക സമ്മർദ്ദവും ഇത് നമ്മൾ മലയാളികൾ മാത്രം നേരിടുന്ന പ്രശ്നമല്ല, ലോക ജനത ഒന്നടങ്കം നേരിടുന്നതാണ്. പല കൂട്ടം പ്രശ്നങ്ങൾ, ടെൻഷനുകൾ, ലോൺ അടച്ചു തീർക്കണം, കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ്, അച്ഛനമ്മമാരുടെ ആരോഗ്യ ചെലവ്, ബിസിനസ്സിലെ പ്രശ്നങ്ങൾ, ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ ഇത്യാദി ടെൻഷനുകൾ, ഇതൊക്കെ നമുക്ക് അമിതമായ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഈ മാനസിക സമ്മർദ്ദങ്ങൾ അധികരിച്ചു വരുമ്പോൾ അത് നമ്മുടെ ഹോർമോണുകളുടെ വ്യതിയാനത്തിന് കാരണമാവുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. രണ്ടാമത്തേത് അമിത ജോലിഭാരവും ഉറക്കക്കുറവും. പകല് മാത്രമല്ല രാത്രിയിലും ജോലി ചെയ്താലേ നമ്മുടെ ജോലികൾ തീരുന്നുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ചില മേഖലകൾ, IT, മെഡിക്കൽ പോലുള്ള ചില മേഖലകളിലുള്ളവർക്ക് രാത്രികാലങ്ങളിലും ജോലി ചെയ്യേണ്ടതായി വരുന്നുണ്ട്. മറ്റ് മേഖലകളിലുള്ളവർക്ക് അവരുടെ തൊഴിൽ സംബന്ധമായി അപ്ഡേഷന് വേണ്ടി രാത്രികളിൽ ഉറക്കമൊഴിച്ചിരുന്ന് ജോലി ചെയ്യേണ്ടതായി വരുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ വിശ്രമാവസ്ഥയാണ് ഉറക്കം എന്നത്. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ ആന്തരിക അവയവങ്ങൾ നമുക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉറങ്ങേണ്ട സമയത്ത് ഉണർന്നിരുന്ന് ജോലി ചെയ്യുമ്പോൾ അവർക്കാണ് ബുദ്ധിമുട്ട്, അവരുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നു. അത് നമ്മുടെ ശരീരത്തിൻ്റെ ഹോർമോൺ ഉൽപ്പാദനത്തിനെ ബാധിക്കുകയും ശാരീരിക അവസ്ഥകളെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ശരീരം പെട്ടെന്ന് ഡയബറ്റിക് എന്ന അവസ്ഥയിലേക്ക് മാറാൻ ഉറക്കമില്ലായ്മ പ്രധാന കാരണമാകുന്നുണ്ട്. 3 അമിത ഭക്ഷണവും അനാവശ്യ ഭക്ഷണവും. വിശക്കുന്നില്ലെങ്കിലും ആഹാരം കഴിക്കുക എന്നത് നമ്മുടെ ഒരു ശീലമായിരിക്കുകയാണ്. വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കുക, ശരീരത്തിന് ആവശ്യമായ ആഹാരം ആവശ്യമായ അളവിൽ മാത്രം കഴിച്ച് ശീലിക്കുക. പാത്രത്തിൽ ആഹാരമുണ്ട് എന്നതുകൊണ്ടോ മറ്റുള്ളവർ നിർബന്ധിക്കുന്നു എന്നതുകൊണ്ടോ ആഹാരം കഴിക്കുന്ന രീതി മാറ്റുക. പലപ്പോഴും നമ്മൾ ഹോട്ടലുകളിൽ ആഹാരം കഴിക്കാൻ കയറുമ്പോൾ അവിടുത്തെ മെനുവിൽ കാണുന്ന വിഭവങ്ങൾ വാങ്ങിക്കഴിക്കുക എന്നതാണ് നമ്മുടെ ഒരു രീതി. അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ശരീരത്തിന് ഗുണം ചെയ്യുന്നതാണോ എന്ന് പലപ്പോഴും നമ്മൾ നോക്കാറില്ല. അമിത ആഹാരം എപ്പോഴും ശരീരത്തിന് ദുർമേധസ് ഉണ്ടാക്കുകയും അനാവശ്യമായ കൊഴുപ്പുകളെ ഉണ്ടാക്കുകയും അത് പല രോഗങ്ങൾക്കും പ്രത്യേകിച്ച് ഡയബറ്റിക് എന്ന അവസ്ഥയ്ക്കും കാരണമാകും. 4 ശാരീരിക മാനസിക വ്യായാമങ്ങൾ. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വ്യായാമങ്ങൾ നിർബന്ധമായും നൽകിയിരിക്കണം. ഓടുക, ചാടുക, കളിക്കുക, നീന്തുക, കിളയ്ക്കുക, ഇതൊക്കെ ശരീരത്തിന് വ്യായാമം നൽകുന്നവയാണ്. പരമാവധി ശരീരം വിയർത്ത് അനാവശ്യമായ കൊഴുപ്പിനെ പുറന്തള്ളുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ ശരീരത്തിന് നൽകാൻ ശ്രമിക്കുക. ശരീരത്തിന് എന്നതുപോലെ തന്നെ മനസ്സിനും വ്യായാമം അത്യാവശ്യമാണ്. എങ്ങനെയാണ് മനസ്സിന് വ്യായാമം നൽകുക? അനാവശ്യ ചിന്തകൾ, വിദ്വേഷം, വെറുപ്പ്, പക ഇതൊക്കെ മനസ്സിൽ നിന്നും ഒഴിവാക്കി മനസ്സിനെ ശാന്തമായ സന്തോഷകരമായ അവസ്ഥയിൽ നിലനിർത്തുക എന്നതാണ് പ്രധാനം. യോഗ അതിന് നല്ലൊരു മാർഗമാണ്. ശാരീരികവും മാനസികവുമായ വ്യായാമം ലഭിക്കുന്നതാണ് യോഗ. മറ്റേത് തരത്തിലുള്ള മെഡിറ്റേഷനും സ്വീകരിക്കാവുന്നതാണ്. ആരാധനാലയങ്ങളിൽ പോകുന്നതോ പ്രാർത്ഥനകൾ ശീലമാക്കുന്നതോ എന്തും സ്വീകരിക്കാവുന്നതാണ്. മനസ്സിന് ഇഷ്ടപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെടുക, കളികളിൽ ഏർപ്പെടുക, പാട്ട് കേൾക്കുക, ചിത്രം വരയ്ക്കുക, പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുക, പെറ്റ്സുമായി സമയം ചെലവഴിക്കുക, നമുക്കിഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുക, ഇഷ്ടമുള്ള ആളുകളുമായി സംവദിക്കുക, ഇതൊക്കെ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ തന്നെയാണ് മാനസിക വ്യായാമത്തിനായി നമ്മൾ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ. 5 ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ. ഇതിനെക്കുറിച്ച് വിശദമായി പറയേണ്ടതുണ്ട്. എന്താണ് ജീവിതശൈലി? എന്താണ് ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ? ഇത് മനസ്സിലാകണമെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് പിന്നോട്ട് സഞ്ചരിക്കേണ്ടതായുണ്ട്. ഒരു 50 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ആഹാര വിഹാര രീതികൾ എന്തായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കാർഷിക സമൂഹമായിരുന്നു നമ്മുടേത്. ശാരീരികമായി അധ്വാനിച്ചിരുന്ന ജനവിഭാഗം. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കായികമായി അധ്വാനിച്ചിരുന്നവരാണ്. അലക്കുക, അടിച്ചുവാരുക, വെള്ളം കോരുക, ഇടിക്കുക, പൊടിക്കുക, ചുമടെടുക്കുക, പാടത്തും പറമ്പിലും വെയിലും മഴയും കൊണ്ട് കഠിനമായി അധ്വാനിക്കുക. അങ്ങനെ അധ്വാനിക്കുന്നതിലൂടെ ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പുകളെ പുറന്തള്ളുക, ശരീര ആരോഗ്യം സംരക്ഷിക്കുക, ഇതൊക്കെ ചെയ്തിരുന്ന ഒരു തലമുറ.
ആബാലവൃദ്ധം ജനങ്ങളും ശരീരമാകെ വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിച്ച് കുളത്തിലോ പുഴയിലോ ഒക്കെ നീന്തി കുളിച്ചിരുന്ന ആ കാലത്ത് ശരീരത്തിന് വ്യായാമം ലഭിച്ചു എന്ന് മാത്രമല്ല, വെളിച്ചെണ്ണ നൽകിയ പ്രതിരോധ ശേഷിയും എടുത്തു പറയേണ്ടതാണ്. വ്യായാമം മാത്രമല്ല, വെയിലും നമ്മൾ നിഷേധിക്കുകയാണ്. നമ്മൾ ഇന്ന് വെയിൽ കൊള്ളാൻ തീരെ താല്പര്യമില്ലാത്തവരാണ്. വെയിൽ കൊള്ളാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് വൈറ്റമിൻ ഡിയുടെ അഭാവം ഉണ്ടാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഡയബറ്റിക് എന്ന അവസ്ഥ വർദ്ധിച്ചു കഴിയുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം അരമണിക്കൂർ നേരം വെയിൽ കൊള്ളുന്നവരായി മാറിയിരിക്കുന്നു നമ്മൾ. എന്തു തന്നെ ആയാലും ശരീരത്തിന് ആവശ്യമായ വ്യായാമങ്ങൾ നൽകുകയും ശരീരത്തിലെ ദുർമേധസ് ഇല്ലാതാക്കുകയും ശരീരത്തിന് ആവശ്യമായ അളവിൽ വെയിൽ കൊള്ളിക്കുകയും ചെയ്യണം. നമ്മുടെ ആഹാര രീതിയിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. പ്രഭാത ഭക്ഷണം എന്നത് ദോശയോ ഇഡ്ഡലിയോ ബ്രെഡോ ഒന്നുമായിരുന്നില്ല. തലേ ദിവസം വെക്കുന്ന അല്ലെങ്കിൽ അന്ന് രാവിലെ വെക്കുന്ന കഞ്ഞിയും അതിനൊരു മുളക് ചമ്മന്തിയും ഉപ്പിലിട്ടതും ഒക്കെയായിരുന്നു അന്നത്തെ ഭക്ഷണം. അതോടൊപ്പം ഇലക്കറികളും പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും ചേർത്തുണ്ടാക്കുന്ന പുഴുക്ക് കറികളും ഒക്കെയായിരുന്നു കഴിച്ചിരുന്നത്. തണുത്ത കഞ്ഞിയിൽ മോരൊഴിച്ച് കഴിച്ചിരുന്ന ആ തലമുറയുടെ ആരോഗ്യം ഇന്ന് അതിശയോക്തിയാണ്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റ് ആഹാരങ്ങളായിരുന്നു മുത്താറിയും ചാമയും തെനയും ഒക്കെ. ഇന്ന് ആരോഗ്യവർദ്ധക സാധനങ്ങളായി, ഡയബറ്റിക്കിനെ നിരോധിക്കുന്ന ആഹാരങ്ങളായി നമ്മൾ മില്ലറ്റ് പാക്കറ്റുകളെ അന്വേഷിച്ചോടുമ്പോൾ നമ്മുടെ പൂർവ്വതലമുറയെ ആരോഗ്യദൃഢഗാത്രരായി സംരക്ഷിച്ചിരുന്നത് ഈ മുത്താറിയും ചാമയും തെനയും ഒക്കെ ആയിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഏറ്റവും കൂടുതലായി അന്ന് ഉപയോഗിച്ചിരുന്ന മറ്റൊരാഹാരമാണ് അവില്. അവിലും ശർക്കരയും പഴവും ചേർത്ത് കഴിച്ചിരുന്ന മലയാളിയുടെ ആരോഗ്യം നിസാരമല്ല. ഇടിച്ച അവിൽ കഴിച്ചവനെ ഇടിച്ചാൽ അറിയും എന്ന പഴമൊഴി തന്നെ ഇതിന് ഉദാഹരണമാണ്. മുരിങ്ങയിലയും മുരിങ്ങക്കായും പപ്പായയും വാഴക്കൂമ്പും കാമ്പും മാമ്പും മത്തനും കുമ്പളവും വെള്ളരിയും കയ്പയും ചെറുപയറും വൻപയറും കടലയും അവരയും തുവരയും താളും തവരയും കഴിച്ച് ശീലിച്ചിരുന്ന മലയാളികൾക്ക് ഈ ആഹാരങ്ങളിൽ നിന്നും ആവശ്യമായ പോഷകങ്ങൾ ലഭിച്ചിരുന്നു എന്നത് നമ്മൾ ഓർക്കേണ്ടതാണ്. പ്രകൃതി കനിഞ്ഞു നൽകുന്ന ചക്കയും മാങ്ങയും നെല്ലിക്കയും നാരങ്ങയും ഒപ്പം പാലും മോരും നെയ്യും വെണ്ണയും തേങ്ങയും വെളിച്ചെണ്ണയും ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകി പ്രതിരോധശേഷിയോടെ നമ്മുടെ ശരീരത്തെ കാത്തുസൂക്ഷിക്കുന്നവയാണ്. ശരീരത്തിന് ആവശ്യമായ കാൽസ്യവും പ്രോട്ടീനും കൊഴുപ്പും ഫൈബറും നൽകിയിരുന്ന ഇത്തരം ആഹാര ശൈലിയെ ഉപേക്ഷിച്ച് പുതിയ രുചിഭേദങ്ങൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് നഷ്ടമായത് പോഷകസമൃദ്ധമായ ഒരു ആഹാര രീതിയാണ്. അതോടൊപ്പം മൈദയുടെ അതിപ്രസരവും ബേക്കറി സാധനങ്ങളുടെ വർണ്ണാഭയും നമ്മളെ പലവിധ രോഗങ്ങളിലേക്ക് നയിച്ചു എന്നതും തിരിച്ചറിയുക. സംഭാരവും ജീരകവെള്ളവും നാരങ്ങ വെള്ളവും കഞ്ഞിവെള്ളവും കുടിച്ച് ശീലിച്ചിരുന്ന നമ്മൾ വെള്ളത്തിന്റെ നിറഭേദങ്ങളും രുചിഭേദങ്ങളും അന്വേഷിച്ചു പോയപ്പോൾ രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തി എന്നതും മറക്കാതിരിക്കുക. കൂടുതൽ ഇലക്കറികളും പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും പയറുവർഗ്ഗങ്ങളും കുറച്ച് ചോറും എന്നതായിരുന്നു മുൻകാലത്തെ നമ്മുടെ ആഹാര രീതി. നമ്മൾ പിന്തുടർന്ന് വന്നിരുന്ന ഈ ആഹാര ശൈലി തന്നെയാണ് മോഡേൺ മെഡിസിൻ ഡയബറ്റിക് പേഷ്യൻസിന് വേണ്ടിയുള്ള ഡയറ്റ് പ്ലേറ്റ് എന്ന നൂതന ആശയവുമായി ആവിഷ്കരിച്ചിരിക്കുന്നത്. അതായത് പ്ലേറ്റിൻ്റെ പകുതി ഭാഗം ഇലക്കറികളും പച്ചക്കറികളും, കാൽ ഭാഗം പയറുവർഗ്ഗങ്ങൾ, കാൽ ഭാഗം ചോറ് എന്ന രീതിയിൽ കഴിക്കുക. ഈ ആഹാര രീതിയിൽ നിന്ന് നമ്മൾ മാറി തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ശാരീരിക ആരോഗ്യസ്ഥിതി താളം തെറ്റിയതും പലവിധ രോഗങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടതും. ഈ ഒരു ആഹാര രീതിയും ജീവിത രീതിയും തിരികെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ പലവിധ രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയും എന്നതും രോഗങ്ങൾ നമ്മളെ ആക്രമിക്കാതെ നമ്മുടെ ശരീരത്തിനെ കൊണ്ടുപോകാൻ കഴിയും എന്നതും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. നമുക്ക് ആവശ്യമായ പ്രോട്ടീനും കാൽസ്യവും കൊഴുപ്പും ഒക്കെ ശരീരത്തിന് ലഭിക്കുന്ന പച്ചക്കറികളും ഇലക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും പയറുവർഗ്ഗങ്ങളും ഒപ്പം മുത്താറി ചാമ തിന ഇത്യാദി മില്ലറ്റുകളും ധാരാളമായി ഉപയോഗിക്കുക. അരി ആഹാരം ഉപയോഗിക്കുമ്പോൾ തവിടുള്ള അരി ഉപയോഗിക്കുക. അതോടൊപ്പം തവിടുള്ള അവില് ധൈര്യമായി കഴിക്കാം. തേങ്ങയും വെളിച്ചെണ്ണയും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി പിന്തുടർന്നാൽ നമ്മുടെ ശരീരം ഡയബറ്റിക് അഥവാ പ്രമേഹം എന്ന അവസ്ഥയിലേക്ക് പോവുകയില്ല. അഥവാ ആ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് അതിനെ പൂർവ്വ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനും കഴിയും. നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഡോക്ടറുടേതല്ല എന്ന് തിരിച്ചറിയുക. പ്രമേഹ രോഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അടുത്ത വീഡിയോയിൽ അത് ഉൾക്കൊള്ളിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക.
താങ്ക് യു.